പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അർജന്റീനയെ വിമർശിച്ചവരുടെയൊക്കെ വായ അടപ്പിക്കുന്നൊരു പ്രകടനമായിരുന്നു ടീം ഇന്നലെ കാഴ്ചവെച്ചത്. ഇന്നലത്തെ മത്സരത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമായിരിക്കും ബെല്ലിംഗാമും അതുപോലെ തന്നെ മെസ്സിയും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായത്. അവിടെ നടന്ന ഒരു ഫൗളുമായി ബന്ധപ്പെട്ട ചെറിയൊരു തർക്കമായിരുന്നു അത്. അവിടെ ചെറിയൊരു സംസാരമാണ് ഉണ്ടായത് എന്നായിരുന്നു ബെല്ലിംഗാം പറയുന്നത്. ഇന്നലത്തെ ഒരു മത്സരത്തിന് ശേഷം മെസ്സിയെ പ്രശംസിച്ചുകൊണ്ടായിരുന്നു ബെല്ലിംഗാം സംസാരിച്ചത്. മെസ്സിക്കെതിരെ കളിക്കാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ച് അഭിമാനമാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ മികച്ച പ്രകടനമാണ് ലയണൽ മെസ്സി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബെല്ലിംഗാം പറഞ്ഞു. ഫൈനലിൽ മെസ്സിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നലെ അർജന്റീനയുടെ ഒരു വിജയത്തിന് ശേഷമുള്ള ബെല്ലിംഗാമിന്റെ വാക്കുകളാണ്. ലൂസേഴ്സ് ഫൈനലിൽ ഫ്രാൻസ് ആണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികളായിട്ട് വരുന്നത്. അടുത്തൊരു കാര്യം, ഇന്നലത്തെ മത്സരത്തിലും തീർത്തും മികച്ച പ്രകടനമായിരുന്നു നായകനായ ലയണൽ മെസ്സി കാഴ്ചവെച്ചത്. മത്സരം പരാജയപ്പെട്ടു എന്ന് തോന്നിച്ച ഒരു നിമിഷത്തിലാണ് അർജന്റീന തിരിച്ചു വരുന്നത്. എടുത്തു പറയേണ്ടത് നായകനായ ലയണൽ മെസ്സിയെ തന്നെയാണ്. തനിക്ക് പകരം വെക്കാൻ മറ്റാരുമില്ല എന്ന് അദ്ദേഹം ഓരോ മത്സരങ്ങൾ കഴിയുന്തോറും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായി മിന്നും ഫോമിലാണ് നിലവിൽ മെസ്സി നിൽക്കുന്നത്. ഫൈനലിൽ ശക്തരായ സ്പെയിനാണ് അർജന്റീനയുടെ എതിരാളികളായിട്ട് വരുന്നത്. ഈ ഒരു മികച്ച ഫോമിൽ തന്നെ അർജന്റീന ഫൈനലിൽ കളിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം ലയണൽ മെസ്സി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ കൈവരിച്ച നേട്ടങ്ങൾ വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ഞങ്ങളുടെ മുന്നിൽ ഇനി മറ്റൊരു വേൾഡ് കപ്പ് ഫൈനൽ കൂടി. ഇത് ചിലരെയൊക്കെ സങ്കടപ്പെടുത്തിയേക്കാം. അവർക്ക് ഇഷ്ടമുള്ളത് എന്തും പറയാം. ആരും നമുക്കൊന്നും സൗജന്യമായി നൽകുന്നില്ല എന്ന് ഈ കൂട്ടായ്മ കാണിച്ചു തരുന്നു. ഞങ്ങൾ മത്സരിക്കുന്നു, പോരാടുന്നു, ഒപ്പം നന്നായി കളിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ തോറ്റുകൊണ്ടിരുന്നിട്ടും ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ എങ്ങനെ ആധിപത്യം പുലർത്തി കളിച്ചുവെന്ന് നോക്കൂ. ഞാൻ അഭിമാനിക്കുന്നു. എല്ലാ അർജന്റീനക്കാരെയും സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നും മെസ്സി. വേൾഡ് കപ്പിലെ വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിന് വേണ്ടിയാണ് ലോക ഫുട്ബോൾ ആരാധകരെല്ലാം കാത്തിരിക്കുന്നത്. സ്പെയിനെതിരെയുള്ള ഫൈനൽ മത്സരം ജൂൺ 20 12:30 ആരംഭിക്കുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.